ഹലോ ഗൈസ്, തൃശ്ശൂർ ചെന്നിട്ടുള്ള സെക്കൻഡ് ഡേയുടെ വ്ളോഗാണിത്. അപ്പോൾ നമ്മൾ രാവിലെ 2 മണിക്കെങ്ങാണ്ട് എഴുന്നേറ്റു. 3:30 ആയപ്പോൾ അമ്പലത്തിൽ ചെന്നതാണ് ഗുരുവായൂർ. പക്ഷെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയത് 9:30 ആയപ്പോഴാണ്. പിന്നെ ഫോണൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് വെച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ മമ്മിയൂരാണ് പോയത്. പിന്നെ പാർത്ഥസാരഥി ടെമ്പിളിലും പോയി, പക്ഷെ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ തന്നെ നല്ല ക്ഷീണിച്ചു. പിന്നെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സാധനങ്ങൾ കാണുമ്പോൾ എല്ലാം കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നും. എന്തോരം സാധനങ്ങളാണ്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ നടന്നു. പ്രസാദം വാങ്ങിക്കാനുണ്ടായിരുന്നു. പാൽപ്പായസവും പഴവും പഞ്ചസാരയും വെണ്ണയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ച് പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് പാൽപ്പായസം കിട്ടിയത്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. അധികമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ ഈ കടകളിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാ. പിന്നെ കമ്മൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്. അങ്ങനെ വീണ്ടും കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് ഈ കൃഷ്ണനെ കുറേ വീഡിയോസിലൊക്കെ കാണുന്നതാണ്. പണ്ട് പോയ സമയത്ത് അമ്പലത്തിനകമോ ക്യൂ നിന്നതോ ക്യൂവോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എല്ലാം കാണുമ്പോൾ വീണ്ടും പുതിയതുപോലെ കാണുന്ന പോലെയാണ്. ചില സ്ഥലങ്ങളും ചില സ്പോട്ടുകളും മാത്രം ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ബാക്കിയെല്ലാം ആദ്യം കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറേ നടയും പിന്നെ ഇതാ ഈ കുളമൊക്കെ ആദ്യം കാണുന്ന പോലെയാണെന്ന് തോന്നുന്നു. പണ്ട് പോയത് എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ വൈകിട്ടാണ് ഇറങ്ങിയത്. വൈകിട്ടും അവിടെയൊക്കെ കുറേ നേരം നടന്നു. അവിടെയൊക്കെ നടക്കുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് എനർജിയാണ്. കുറേ നേരം അവിടേക്ക് ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങളോട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നപ്പോൾ രാവിലെ കണ്ടതിൻ്റെ ഇരട്ടി ക്യൂ ഉണ്ട്. ഈ ക്യൂ എപ്പോഴെങ്കിലും ഒന്ന് കുറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് കുറയുന്നേ ഇല്ല. ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ക്യൂവിന് ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് കയറുന്നതിനനുസരിച്ച് ക്യൂ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രിയിൽ അമ്പലം കാണാൻ എന്ത് ഭംഗിയാണ്, ഗോൾഡൻ കളറൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നടന്ന് ബാക്കിലേക്ക് പോയതാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയ വഴിക്ക് ഈ ഗരുഡനെ കണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ താഴേക്ക് നോക്കിയപ്പോഴാണ് മഞ്ജുളാലിനെ കണ്ടത്. മഞ്ജുളാൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇനി എത്രയും തിരിച്ച് നടക്കണമല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന എൻ്റെ മുന്നിലേക്ക് വീണ്ടും ഒരു മാംഗോ ഷേക്ക്, അതും കഴിച്ച് തിരിച്ച് നടന്ന വഴിക്ക് ഞങ്ങൾ ശരിക്കും മഞ്ജുളാലൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മയും പറഞ്ഞു അമ്മ ഇത്രയും കൊല്ലത്തിനിടെ വന്നിട്ട് ഇപ്പോഴാണ് മഞ്ജുളാൽ കാണുന്നത്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറേ വീഡിയോസിലും ഒക്കെ ഈ മഞ്ജുളാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങളിതാ ഇത് കണ്ടത്. ഇത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിൻ്റെ താരകമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് റൂമിൽ ചെന്ന് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ 5:45 ട്രെയിൻ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ട്രെയിനിൽ കയറി. രാവിലെ 5 മണി തൊട്ട് 5:45 തൊട്ട് 8:45 വരെ ഞാൻ ട്രെയിനിലിരുന്ന് ഉറങ്ങി. പിന്നെയാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോഴത്തേനെ വെയിലായി. വെയിലിനൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ AC വന്നുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോഴെങ്കിലും നല്ല രീതിയിൽ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് പൊന്നു എടുത്തതാണ്. ഞാൻ കണ്ടില്ല ഗൈസ്. കൊച്ചി എയർപോർട്ട്. ഞാൻ നല്ല ഉറക്കമായതുകൊണ്ട് എന്നെ അവർ വിളിച്ചില്ല. അതുകൊണ്ട് പൊന്നു വീഡിയോ എടുത്ത് വെച്ചു. വടക്കനാഥന് വാക്ക് കൊടുത്തതുപോലെ ഗുരുവായൂരപ്പനും ഉടനെ തന്നെ ഞങ്ങൾ വരാമെന്നൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഇനി എന്നാ ചെല്ലാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഗുരുവായൂരപ്പൻ തന്നെ തീരുമാനിക്കട്ടെ ഞങ്ങൾ ഇനി എന്ന് ചെല്ലണം എന്ന്. 12 മണിയായപ്പോൾ തന്നെ കൊല്ലത്ത് നിന്നു. അവിടുന്ന് കാറും എടുത്ത് കഴിക്കാൻ ബിരിയാണിയും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.